പണ്ട് ഒട്ടുമിക്ക സമയത്തും ഗുരുവായൂർ പോയിരുന്നു ഞാൻ. ഇപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാനായിട്ട് പോകുന്നത്. രാത്രി ഒരു 11 മണിയായപ്പോ ഞാനും എന്റെ 3 ഫ്രണ്ട്സുമായിട്ട് ഗുരുവായൂരേക്കുള്ള യാത്ര തുടങ്ങി. ഗുരുവായൂർ എത്താനായിട്ട് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉള്ള സമയത്ത് ചെറിയൊരു പണി കിട്ടി. കണ്ടില്ലേ, വണ്ടി പഞ്ചറായി. ഇത്രയും നാൾ വരാതിരുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ എനിക്കിട്ടൊരു പണി തന്നതാണോ എന്നൊരു ഡൗട്ടും ഉണ്ട്. മേലനങ്ങി പണിയെടുക്കാത്ത ഞാൻ ദേ ജാക്കി വെച്ച് വണ്ടി പൊക്കാനായിട്ട് തുടങ്ങുകയാണേ. ഇപ്പൊ ഏകദേശം 1 മണി അടുത്തായിട്ടുണ്ടാവും. നമുക്ക് അവിടെ ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് വേണം നമുക്ക് നിർമ്മാല്യം തൊടാനുള്ള ക്യൂവിൽ നിൽക്കാനായിട്ട്. സത്യത്തിൽ ഞങ്ങളിൽ ആർക്കും സ്റ്റെപ്പിന് മാറ്റിയിട്ടിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ല. ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാണേ. സംഗതി സക്സസ് ആയിട്ടോ. ഇനി പഞ്ചറായ ടയറിന്റെ നട്ടഴുകലാണ് അടുത്ത ടാസ്ക്. ഈ ടയർ കണ്ടു കഴിഞ്ഞപ്പോ എങ്ങനെ ഞങ്ങൾ ഇത്ര ദൂരം എത്തി എന്നുള്ളൊരു അത്ഭുതത്തിലായിരുന്നു. അങ്ങനെ സ്റ്റെപ്പിന് മാറ്റി പുതിയ ടയർ ഇട്ടു. നമ്മൾ അതിന്റെ നെട്ട് മുറുക്കിക്കൊണ്ടിരിക്കുകയാണേ. ഓൾ സെറ്റ്. അപ്പൊ നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഇപ്പൊ ഏകദേശം 1:30 കഴിഞ്ഞ് കാണും. വേഗം ചെന്ന് ഡ്രസ്സ് മാറി നിർമ്മാലത്തിനുള്ള ക്യൂവിൽ നിൽക്കുക, അതാണ് ലക്ഷ്യം. അങ്ങനെ പാർക്കിങ്ങിലെത്തി കൊണ്ടുവന്ന ഷർട്ടും മുണ്ടൊക്കെ ഇട്ടു. റെഡിയായി. ഇനി നേരെ പോയി ക്യൂവിൽ നിൽക്കാം. ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. വിഷ്ണു, അജിത്ത്, വിവേക്. വിഷ്ണുവിന്റെ അനിയനാണ് വിവേക്. നമ്മൾ മെയിൻ എൻട്രൻസിലെത്തി. ഈ ടൈമിൽ ഈ കവാടം കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പൊ നമ്മൾ കിഴക്കിയ നടയിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നടയിലേക്ക് അടുത്തുകൊണ്ടിരുന്നപ്പോൾ പ്രത്യേക ഫീൽ തന്നെയായിരുന്നു. കുളത്തിലിറങ്ങി കൈയും കാലും മുഖവും കഴുകി ക്യൂല് നിൽക്കാമെന്നായി. അപ്പൊ കുളിച്ചില്ലേ എന്ന് ചോദിക്കണ്ട, വീട്ടിൽ നിന്നും നല്ലൊരു കുളി പാസ്സാക്കിയിട്ടാണ് വന്നത് കേട്ടോ. ഇനി ഷൂട്ട് ചെയ്യാനുള്ള അനുവാദമില്ല. അപ്പൊ നമ്മുടെ ഫോണും നമ്മുടെ ബാഗും എല്ലാം ലോക്ക് റൂമിൽ വെക്കും. ഇപ്പൊ തന്നെ ക്യൂ അത്യാവശ്യമായിട്ടുണ്ട്. ഇനിയും വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി പുറകിലായിരിക്കും. തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ മണ്ഡപത്തിൽ ഒരു ടീമിന്റെ ഭജൻസ് നടക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം അത് കണ്ടു നിന്നു. ഒരു 6 മണിയായപ്പോഴേക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഗുരുവായൂരപ്പനെ കണ്ട സന്തോഷത്തിൽ തിരിച്ച് വീട്ടിലേക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബായ്.